നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകളിലേക്ക്. Shri Om Birla is declared elected as the Speaker of this House. ഓം ബിർള വീണ്ടും ലോക്സഭാ സ്പീക്കർ. ശബ്ദ വോട്ടോടെ തെരഞ്ഞെടുപ്പ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച് പാർലമെന്റ്. കഴിഞ്ഞ 5 വർഷത്തെ പോലെ സഭയെ നയിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി. പ്രതിപക്ഷ ശബ്ദവും രാജ്യത്തിനായി മുഴങ്ങുമെന്ന് രാഹുൽ ഗാന്ധി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഘം. രോഗികളുടെ വിവരങ്ങൾ ചോർത്തിയോ? ഡേറ്റാബേസ് സുരക്ഷിതമെന്നും വിവരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും സൈബർ ക്രൈം പോലീസ്. ഹാക്കിംഗ് നടന്നത് 3 രാജ്യങ്ങളിൽ നിന്ന്. ഹാക്കറുടെ വിവരങ്ങൾക്കായി അന്വേഷണ സംഘം റഷ്യൻ സൈബർ വിദഗ്ധരുടെ സഹായം തേടി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് CBI. തിഹാർ ജയിലിൽ നിന്ന് കോടതിയിലെത്തിച്ച് അറസ്റ്റിന് അനുമതി വാങ്ങി. സുപ്രീം കോടതിയിലെ ജാമ്യാപേക്ഷ പിൻവലിച്ച് കെജ്രിവാൾ. തിരുവനന്തപുരം കളിയിക്കാവിള ദേശീയപാതയിൽ വ്യവസായിയെ കാറിനുള്ളിൽ കഴുത്തറത്ത് കൊന്നയാൾ പോലീസ് പിടിയിൽ. പിടിയിലായ അമ്പിളി എന്ന സജികുമാർ നിരവധി കൊട്ടേഷൻ കേസുകളിൽ പ്രതി. ദീപുവിനൊപ്പം സഞ്ചരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പണവുമായി കടന്നുവെന്ന് പോലീസ്. കൊച്ചിയിൽ വൈദികനെ ലോഡ്ജിൽ പൂട്ടിയിട്ട് മോഷണം. കഴുത്തിൽ കത്തിവെച്ച് ഐഫോണും പണവും കവർന്നു. കണ്ണൂർ സ്വദേശി ആൽബിൻ പിടിയിൽ. മലപ്പുറം കോട്ടക്കലിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് യുവതിയുടെ വീടിന് നേരെ വെടിയുതിർത്ത യുവാവ്. ജനൽ ചില്ലുകൾ തകർത്തു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രതി അബ്ദുൾ താഹിർ അറസ്റ്റിൽ. കനത്ത മഴയിൽ മംഗലാപുരത്ത് വീട്ടിലേക്ക് മതിലിടിഞ്ഞു വീണ് 4 മരണം. അപകടമുണ്ടായത് കേരള കർണാടക അതിർത്തിയായ ഉള്ളാലിൽ. ഇടുക്കിയിൽ 3 ഡാമുകൾ തുറന്നു. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിച്ചിൽ. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. ഇവിടെ 85 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു. സാർ ഇപ്പൊ 85 രൂപയ്ക്ക് ചിക്കന്റെ കാല് പോലും കിട്ടാത്ത അവസ്ഥയിലായി. സാർ ഇതാണ് ഇന്നത്തെ അവസ്ഥ. സാധനങ്ങളുടെ തീവില നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. വില കൂടിയത് അറിയാത്തത് സർക്കാർ മാത്രം. കേരളത്തിൽ വില കുറവെന്ന് ഭക്ഷ്യമന്ത്രി. നീറ്റ് നെറ്റ് ക്രമക്കേടിനെതിരെ പ്രമേയം പാസാക്കാൻ നിയമസഭയിൽ പ്രത്യേക ചർച്ച തുടരുന്നു. ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് അനുസരിക്കാതെ അനധികൃത അവധിയിലുള്ളവർ. ജോലിയിൽ തിരികെ എത്തിയത് 700-ൽ 24 പേർ മാത്രം. ഉത്തരവ് അനുസരിക്കാത്തവരിൽ ഡോക്ടർമാരും. ഓം ബിർള 18ാം ലോക്സഭയുടെ സ്പീക്കർ. ശബ്ദ വോട്ടോടെയാണ് ഓം ബിർളയെ സ്പീക്കറായി വീണ്ടും തെരഞ്ഞെടുത്തത്. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് മത്സരരംഗത്തുണ്ടായിരുന്നുവെങ്കിലും വോട്ടെടുപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടില്ല. Shri Om Birla is declared elected as the Speaker of this House. Shri Om Birla is declared elected as the Speaker of this House. ഓം ബിർളയ്ക്ക് സ്പീക്കർ പദവിയിൽ ഇത് 2ാം ഊഴം. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു. ഓം ബിർളയ്ക്കായി 13 പ്രമേയങ്ങളും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനായി 3 പ്രമേയങ്ങളുമാണ് അവതരിപ്പിച്ചത്. ഓം ബിർളയുടെ പേര് നിർദ്ദേശിച്ച് ആദ്യം പ്രമേയം അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പിന്താങ്ങി. ശ്രീ ഓം ബിർള जो इस सभा के सदस्य हैं उनको इस सभा के अध्यक्ष के रूप में चुना जाए. മോദി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ പ്രോട്ടം സ്പീക്കർ അംഗീകരിച്ചു. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ചേർന്ന് ഓം ബിർളയെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു.
बहुत शुक्रिया। സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രിയും വിവിധ കക്ഷി നേതാക്കളും അഭിനന്ദിച്ചു. സ്പീക്കർ സ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ഊഴം മികച്ച അവസരമാണെന്നും സ്വാതന്ത്ര്യലബ്ധിയുടെ 70 വർഷത്തിനിടയിൽ നടക്കാത്ത കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ സാധ്യമാക്കിയതായും മോദി. अमृत काल के इस महत्वपूर्ण कालखंड में दूसरी बार इस पद पर विराजमान होना बहुत बड़ा दायित्व आपको मिला है और आपका 5 वर्ष का अनुभव और आपके साथ हम लोगों का 5 साल का अनुभव, हम सबका विश्वास है कि आप आने वाले 5 साल हम सबका मार्गदर्शन भी करेंगे और देश की आशा अपेक्षाएं पूर्ण करने के लिए ये सदन अपना दायित्व निभाने में आपकी बहुत बड़ी भूमिका रहेगी. സർക്കാരിന് അധികാരമുണ്ടാകാം, എന്നാൽ പ്രതിപക്ഷവും ജനങ്ങളുടെ ശബ്ദത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ സ്പീക്കറാണ് ജനങ്ങളുടെ ശബ്ദത്തിന്റെ അന്തിമ വിധികർത്താവ്. പ്രതിപക്ഷത്തെ സഭയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുമെന്ന ഉറപ്പുണ്ടെന്നും രാഹുൽ. This house represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. And this time, the opposition represents significantly more voice of the Indian people than it did last time. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP ആയ ഓം ബിർള 3ാം തവണയാണ് ലോക്സഭാംഗമാകുന്നത്. തുടർച്ചയായി സ്പീക്കർ പദവിയിലെത്തുന്ന 5ാമത്തെയാളാണ് ഓം ബിർള. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി CBI. ഡൽഹി കോടതിയുടെ അനുമതിയോടെയാണ് അറസ്റ്റ്. അതേസമയം വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തതിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി പിൻവലിച്ചു. രാകേഷ് ശരിയാണ്. രാകേഷ്, ED കേസിലെ അറസ്റ്റിലാണ്, ജയിലിലാണ് കെജ്രിവാൾ. തൊട്ടു പിന്നാലെയാണ് CBIയുടെ നടപടി. കുരുക്ക് മുറുകുകയാണോ കെജ്രിവാളിന്? രഞ്ജിത്ത്, CBI അറസ്റ്റുകളുടെ നീക്കം കഴിഞ്ഞ ദിവസം തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതായാലും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം ഇന്നലെ തിഹാർ ജയിലിലെത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തിരുന്നു CBI. കാരണം നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി EDക്ക് പുറമെ CBI കൂടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ ആദ്യം കെജ്രിവാളിനെതിരെ അന്വേഷണം തുടങ്ങുന്നത് CBI ആണ്. ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചും CBI ആണ്. ഒരു തവണ കെജ്രിവാൾ CBI മുമ്പാകെ ഹാജരായതുമാണ്. പക്ഷേ അതിനുശേഷം തുടർച്ചയായി ED കേസിലാണ് കെജ്രിവാൾ ഹാജരാകാതിരുന്നതും കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്തു. ഇപ്പോൾ CBI കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് റോസ് അവന്യൂ കോടതി നേരത്തെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ 20-ാം തീയതിയാണ് ജാമ്യം അനുവദിച്ചത്. തൊട്ട് പിന്നാലെയാണ് ED ഡൽഹി ഹൈക്കോടതിയിൽ പോയി അതിന് താൽക്കാലിക സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഏതായാലും ഹൈക്കോടതി വിധി ഇന്നലെ വന്നിരിക്കുന്നു. അതിൽ കെജ്രിവാളിനെ സംബന്ധിച്ച തിരിച്ചടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന അപേക്ഷ കൂടി കെജ്രിവാൾ പിൻവലിച്ചിരിക്കുകയാണ്. പകരം പുതിയ അപേക്ഷ നൽകിയതിനുള്ള തീരുമാനമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകർ കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും CBI ഇന്ന് റോസ് അവന്യൂ കോടതിയിൽ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്നാണ് CBI അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 4 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു, 17 കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന വാദം CBI ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല 44 കോടി രൂപ കണ്ടെത്തിയിട്ടുണ്ട്. ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ രീതിയിൽ പണം ഒഴുകിയിട്ടുണ്ട് എന്ന വാദം തന്നെയാണ് CBI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ EDയുടെയും വാദം സമാനമായ വാദം തന്നെയായിരുന്നു. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മദ്യനയത്തിന്റെ പണം ഉപയോഗിച്ചു. അതിന് സമാനമായ വാദം CBI കൂടി ഉന്നയിച്ചിരിക്കുകയാണ്. ഏതായാലും ഇനി പുതുക്കിയ അപേക്ഷ ഉടൻ തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ അഭിഭാഷകർ. രഞ്ജിത്ത്, ഇപ്പോൾ കെജ്രിവാൾ പുതുക്കിയ അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നു.
ഈ നേരത്തെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആരോപണമുണ്ട്. ഇഡിയുടെ നീക്കത്തിന് പിറകെ CBI ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇവർ കാണുന്നൊരു അപകടമുണ്ട്. അല്പസമയം മുമ്പ് വന്ന വാർത്ത തൻ്റെ BP കുറയുന്നു, തന്നെ ആശുപത്രിയിലാക്കണമെന്നൊക്കെയുള്ള കെജ്രിവാളിൻ്റെ വാദങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ആരോഗ്യ പ്രശ്നങ്ങൾ കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ തലത്തിലും ഈ വിഷയത്തെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോഴും കുരുക്കുകൾ കൂടുതൽ മുറുകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഏത് തലത്തിലേക്ക് എത്തിക്കാനാണ് സാധ്യത? രഞ്ജിത്ത്, ഇതിൽ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്ന വിഷയം, കാരണം സുപ്രീം കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ ഉറപ്പായും ജാമ്യം ലഭിക്കുമായിരുന്നു എന്ന വാദമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം നേരത്തെ ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്ത നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അന്ന് സുപ്രീം കോടതിക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഡൽഹി ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ അതിലൊരു തീർപ്പ് കൽപ്പിക്കാത്ത സാഹചര്യം അന്ന് ഇടപെടാതിരിക്കുകയും ഇന്ന് ഹർജി പരിഗണിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. അതായത് താൽക്കാലിക സ്റ്റേ ആയിരുന്നെങ്കിൽ പോലും അതിൽ ഉത്തരവ് വന്നിരിക്കുന്നു ഡൽഹി ഹൈക്കോടതിയുടെ. മാത്രവുമല്ല CBI കൂടി ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പുതുക്കിയ അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നത്. മനു അഭിഷേക് സിംഗ്വിയാണ് കേജ്രിവാളിന്റെ അഭിഭാഷകൻ. ഏതായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കേജ്രിവാളിനെ ഏത് വിധേനയും പുറത്തിറങ്ങാതിരിക്കാൻ അനുവദിക്കുക. അതിനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നു. നേരത്തെ ED കേസിൽ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പുറത്തിറങ്ങുമെന്നായപ്പോൾ CBI ഉപയോഗിച്ച് വേട്ടയാടുന്നു. ഈ വാദമാണ് ഏതായാലും ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിലും അത്തരമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനവും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. രഞ്ജിത്ത്. ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBIയും കെജ്രിവാളിൻ്റെ അറസ്റ്റ് EDക്ക് ശേഷം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. സംസ്ഥാനത്ത് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ മഴയും മഴക്കെടുതിയും. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലാണ് വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലാണ് മഴക്കെടുതി ഏറ്റവും രൂക്ഷം. മൂന്നാറിൽ കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു, വീട് തകർന്നു. മൂന്നാർ ദേവികുളം കോളനിയിലെ വിൽസന്റെ വീടാണ് തകർന്നത്. മണ്ണിടിച്ചിൽ സാഹചര്യം കണക്കിലെടുത്ത് മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഇന്നലെ മൂന്നാറിലുണ്ടായ മണ്ണിടിച്ചിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ മുതിരപ്പുഴ, പെരിയാർ, തൊടുപുഴയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഇടുക്കി രാജാക്കാട് നെടുങ്കണ്ടം പാതയിലെ തിങ്കൾക്കാട് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശബരിമല വനമേഖലയിൽ കനത്ത മഴയെ തുടർന്ന് പമ്പ അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നു. റാന്നി അരയാഞ്ഞിലിമൺ ക്രോസ്വേ മുങ്ങി. 200ഓളം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ അടവിയിലെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം താൽക്കാലികമായി അടച്ചു. കൊല്ലം പുനലൂരിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീടുകൾ തകർന്നു. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിയടക്കം മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തൊട്ടിൽപ്പാലം പുഴയിലെ മലവെള്ളപ്പാച്ചിൽ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മംഗളൂരിനടുത്ത് ഉള്ളാൾ മദനി നഗറിൽ വീടിന് മുകളിൽ മതിൽ ഇടിഞ്ഞു വീണു. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം ഉണ്ടായത്. കാസർഗോഡിനോട് അതിർത്തി പങ്കിടുന്ന ഉള്ളാൾ താലൂക്കിലെ മദനി നഗറിലാണ് അങ്ങേയറ്റം ദാരുണമായ സംഭവം ഉണ്ടായത്. മതിലിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. റിഹാന മൻസിലെ യാസിർ, ഭാര്യ മറിയുമ്മ, മക്കളായ റിഹാൻ, റിഫാൻ എന്നിവരാണ് മരിച്ചത്. ഏതായാലും ഇന്നലെ രാത്രിയോട് കൂടിയാണ് അതിശക്തമായ മഴയിൽ ഈ മതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. ഒപ്പം 2 മരങ്ങളും ഇത്തരത്തിൽ വീടിന് മുകളിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ ആയത്. ഈ കുടുംബം 6 വർഷം മുൻപാണ് ഈ വീട് വിലയ്ക്ക് വാങ്ങിയത്. 1 വർഷം വീട് വാടകയ്ക്ക് നൽകിയിരുന്നു. ഏതായാലും 6 മാസം മുൻപ് മാത്രമാണ് ഇവർ ഇവിടെ താമസം
ആരംഭിച്ചത്. ഇതിൽ റിഷാന എന്നൊരു മകൾ കൂടി ഇവർക്കുണ്ട്. ഇവർ കേരളത്തിലാണ് വിവാഹം കഴിച്ചിരുന്നത്. ബക്രീദ് ആഘോഷത്തിനായി ഈ മകൾ വീട്ടിലെത്തി ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ദുരന്തത്തിൽ നിന്നും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എന്നാലും അങ്ങേയറ്റം ദാരുണമായ സംഭവം തന്നെയാണ് കർണാടകയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കർണാടകയിൽ ദക്ഷിണ കന്നഡയിൽ പ്രത്യേകിച്ച് ശക്തമായ മഴ വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ദക്ഷിണ കന്നഡ ജില്ലകളിലുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. ഏതായാലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാലും ഈ മരണപ്പെട്ട 4 പേരുടെ മൃതദേഹങ്ങളും മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പെരിയാറിലേക്ക് വീണ്ടും മാലിന്യം തള്ളി സ്വകാര്യ കമ്പനി. CG ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനമാണ് മാലിന്യം ഒഴുക്കിയത്. നടപടിക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത് വന്നു. സ്ഥാപനം അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകുമെന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകളായി പെരിയാറിൽ വ്യാപകമായി മാലിന്യമൊഴുക്കുകയും മത്സ്യക്കുരുതി രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ ഇടപെടുകയും മത്സ്യ കർഷകർക്ക് നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ PCBയും കുഫോസും ഒക്കെ പെരിയാറിലെ വെള്ളം പരിശോധിക്കുകയും വെള്ളത്തിൽ സൾഫൈഡ് കണ്ടെത്തുകയും മാരകമായ വിഷാംശം കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കുന്നത്. CG ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് പെരിയാറിലേക്ക് മലിനജലം ഒഴുക്കിയത്. മഴവെള്ളം ഒഴുക്കാനുള്ള കാനയിലൂടെ പൈപ്പ് വെച്ചിട്ടാണ് പെരിയാറിലേക്ക് ഈ പറയുന്ന ഫാക്ടറിയിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിട്ടത്. ഇതേ തുടർന്ന് പെരിയാർ സംരക്ഷണ സമിതി അറിയിച്ചതിനെ തുടർന്ന് PCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫാക്ടറിയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ CG ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്ന കമ്പനി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുമെന്നും PCB ഉദ്യോഗസ്ഥർ അറിയിച്ചു. മറ്റുള്ള വാർത്തകളിലേക്ക്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിൽ അന്വേഷണം രാജ്യാന്തര തലത്തിലേക്ക് വ്യാപിപ്പിച്ച സൈബർ ക്രൈം പോലീസ്. റാൻസംവെയർ വൈറസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് 3 രാജ്യങ്ങളിൽ നിന്നാണ് എന്നാണ് കണ്ടെത്തൽ. അജ്ഞാതന്റെ വിശദാംശങ്ങൾ തേടി തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് റഷ്യൻ സൈബർ വിദഗ്ധരുമായി ബന്ധപ്പെട്ടു. RCCയിലെ രോഗികളുടെ വിശദാംശങ്ങളടങ്ങിയ ഡേറ്റാബേസ് ചോർത്തിയിട്ടില്ലെന്നും വെബ്സൈറ്റിന്റെ പ്രവർത്തനം തകരാറിലാക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കഴിഞ്ഞ ഏപ്രിൽ ആദ്യവാരം കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ അഭിമാനമായി നിലകൊള്ളുന്ന RCCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത റഷ്യൻ സംഘത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. 3 രാജ്യങ്ങളിൽ നിന്ന് സമാനമായ തരത്തിൽ ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇത് റാൻസം വൈറസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കം നടന്നിരിക്കുന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ റാൻസം വൈറസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് ഔദ്യോഗികമായ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് മോചനദ്രവ്യം ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ആ മോചനദ്രവ്യമായി ലഭിച്ച ബിറ്റ്കോയിൻ അത് എക്സൈസ് ചെയ്യാനുള്ള ശ്രമം റഷ്യയിൽ വെച്ച് ഹാക്കർമാർ നടത്തുന്നുണ്ട് എന്ന വിവരം ലഭിച്ചതോടെയാണ് ഈ കൃത്യമായി റഷ്യൻ ഹാക്കർമാരാണ് ഇതിന് പിന്നിലെന്ന് സൈബർ ക്രൈം പോലീസ് സ്ഥിരീകരിച്ചത്. സ്വാഭാവികമായി ആരാണ്, ഇന്ത്യയിലുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലടക്കം ഇനി വ്യക്തത വരാനുണ്ട്. അതിന് ഈ വെർച്വൽ പ്രൈവറ്റ് സംവിധാനം, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ഈ ഹാക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത്. സ്വാഭാവികമായി ആ VPN സംവിധാനം പ്രൊവൈഡ് ചെയ്ത സർവീസ് പ്രൊവൈഡേഴ്സ്, സേവനദാതാക്കൾ ആരാണ് എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. അത് നിലവിൽ വിദേശത്ത് നിന്നാണ് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് പ്രവർത്തിച്ചത് എന്ന ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ വിശദാംശങ്ങൾ തേടി റഷ്യൻ സൈബർ വിദഗ്ധർക്കും റഷ്യൻ ഗവൺമെന്റിനും തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് അതിന്റെ വിശദാംശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായി കത്ത് നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഇന്ത്യയിലുള്ള ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ സൂചനകൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും ആശങ്ക ഉണർത്തിയിരുന്ന ഒരു കാര്യം, ഡേറ്റാബേസിൽ ചോർച്ചയുണ്ടായിട്ടുണ്ടോ, അതായത് RCCയിൽ ചികിത്സ തേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ ആളുകളുടെ രോഗികളുടെ വിവരങ്ങൾ അടങ്ങിയ, നിലവിലെ ചികിത്സാ ക്രമങ്ങൾ അടങ്ങിയ, അല്ലെങ്കിൽ നിലവിൽ ചികിത്സ തേടുന്നവരുടെ അടക്കമുള്ള വിവരങ്ങൾ അടങ്ങിയ ഡേറ്റാബേസിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ ഈ വൈറസ് കടന്നുകൂടിയതിലൂടെ എന്ന വലിയ ആശങ്ക ഉയർന്നിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഡേറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഡിനേ ഓൺ സർവീസ് മാത്രമാണ്, അതായത് അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നീക്കം മാത്രമാണ് ഈ റാൻസം വൈറസ് ഉപയോഗിച്ചതിലൂടെ ഉണ്ടായതെന്നും
ഭാഗ്യവശാൽ RCCക്ക് ഈ ബാക്കപ്പ് സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ട് ആ പ്രവർത്തനം തടസ്സപ്പെട്ട ദിവസത്തെയും അതിന്റെ തൊട്ട് തലേ ദിവസത്തെയും ബാക്കപ്പ് സംവിധാനം ഉപയോഗിച്ച് അന്ന് വരെ ഉണ്ടായിരുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി ആ ഡാറ്റയായി സേവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ തടസ്സം നേരിട്ട അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത ആ കമ്പ്യൂട്ടർ സിസ്റ്റം മാത്രം മാറ്റി ബാക്കി പ്രവർത്തനങ്ങൾ സുഗമമായി തന്നെ തുടരുന്ന തരത്തിലായിരുന്നു RCC ഇതിനെ നേരിട്ടത്. എന്തായാലും സൈബർ ക്രൈം പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. റഷ്യൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ എങ്ങനെയാവണമെന്ന കാര്യത്തിൽ ധാരണയിലേക്ക് എത്തുക. കളിക്കവളയിൽ ക്വാറി ഉടമയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ ചൂഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാറാണ് പിടിയിലായത്. കസ്റ്റഡിയിലുള്ള അമ്പിളിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം മലയം സ്വദേശി അമ്പിളിയാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. ഇപ്പോഴും വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. നേരത്തെ തന്നെ തമിഴ്നാട് കന്യാകുമാരി SP നേതൃത്വത്തിൽ 8 അന്വേഷണ സംഘങ്ങൾക്ക് രൂപം നൽകിയിരുന്നു. അതിൽ തക്കല DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അമ്പിളിയെ ഇന്ന് പുലർച്ചെ മലയത്ത് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് പിടികൂടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കളിയക്കവളയിൽ തമിഴ്നാട് നിയന്ത്രണത്തിലുള്ള പോലീസ് സ്റ്റേഷനിലാണ്. തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ ദീപു സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ ദൃശ്യത്തിലേക്കാണ്. ഈ വാഹനത്തിലുള്ളതാണ് ദീപു കൊല്ലപ്പെട്ടത്. അമ്പിളി ഈ വാഹനത്തിലുണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് അമ്പിളി ഈ വാഹനത്തിൽ കയറിയെന്നാണ് കരുതുന്നത്. എന്തിന് ദീപു അമ്പിളിയെ ഒപ്പം കൂട്ടി എന്ന ചോദ്യം, അല്ലെങ്കിൽ ദീപുവിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് അമ്പിളി ഈ യാത്രയുടെ ഭാഗമാകുകയായിരുന്നോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. 10 ലക്ഷം രൂപയാണ് ദീപുവിന്റെ കൈവശമുണ്ടായിരുന്നത്. ഈ തുക നഷ്ടപ്പെട്ട നിലയിലാണ്. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിലായിരുന്നു ക്വാറി ഉടമയായ ദീപു. നേരത്തെ തന്നെ ദീപുവിന്റെ വീട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ കൊട്ടേഷൻ സംഘങ്ങൾ ആവശ്യപ്പെടുകയും പിന്നീട് അത് 50 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. അമ്പിളിയാകട്ടെ മൂക്കുന്നിമലയിൽ നിരവധി ക്വാറികളുണ്ട്. അതിൽ ഒരു ക്വാറി ദീപുവിന്റെ ഉടമസ്ഥതയിലാണ്. ആ ക്വാറികളിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെട്ടിരുന്ന ആളാണ്. കൊലക്കേസിൽ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുപോലെ 2 കൊലക്കേസിൽ ഉൾപ്പെടെ 50ഓളം കേസുകളിൽ പ്രതിയാണ് അമ്പിളി. അങ്ങനെ ഉള്ള ഒരാൾ എങ്ങനെ ഈ യാത്രയുടെ ഭാഗമായി എന്നത് തന്നെയാണ്. ഇതിന് പിന്നിൽ ഏതെങ്കിലും കൊട്ടേഷൻ സംഘം കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ അക്കാര്യങ്ങൾ വ്യക്തമാകൂ. ഷിജു ചവറയ്ക്കൊപ്പം BB വിനോദ്, ന്യൂസ് 18 തമിഴ്നാട്. തിരുവനന്തപുരം അമ്പലത്തറയിൽ പഴം പച്ചക്കറി ഹോൾസെയിൽ കടയിൽ മോഷണം. SN വെജിറ്റബിൾസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. 3,60,000 രൂപ നഷ്ടമായതായാണ് പരാതി. പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലമാണ് അമ്പലത്തറ. അത് പറയാൻ കാരണം ഇന്നലെ പൂന്തുറയിൽ പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു മോഷണം നടന്നിരുന്നു. പൂന്തുറ ദേവീക്ഷേത്രത്തിലെ ശാസ്താക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇതൊരു SN വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഹോൾസെയിൽ സ്ഥാപനം കൂടിയാണ്. ഹോൾസെയിൽ റേറ്റിലും ഒക്കെ ഉള്ള സ്ഥാപനമാണ്. അവിടെയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. 3,60,000 രൂപയാണ് മോഷണം പോയത്. ഇവിടെ പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ചിരുന്ന ക്യാഷാണ് മോഷണം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് ഒരു 15,000 രൂപ മോഷ്ടിച്ചു. അകത്ത് ഓഫീസിൽ നിന്നാണ് ബാക്കി തുക മോഷണം. നമുക്കിപ്പോ ഇതിന്റെ ഉടമ ശിവൻ ചേർന്നു. എങ്ങനെയാണത് ശ്രദ്ധയപ്പെട്ടത്? ഇന്നലെ രാത്രി വന്നിട്ട് ഒരു 1:15 മണിയായപ്പോഴേക്കും ആ ഗേറ്റ് തുറന്നാണ്, ആ ഗേറ്റ് അടിച്ചു പൊളിച്ചാണ് അകത്ത് കയറി എടുത്തു വയ്ക്കുന്നത്. ആദ്യം നമ്മുടെ ആ കൗണ്ടറിനകത്താണ് കയറിയത്. ഞാനിരിക്കുന്ന ഓഫീസ് കൗണ്ടറിനകത്ത്. അതിനകത്തിന് ഏകദേശം ഒരു 3,45,000 രൂപയും ഈ കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു 15,000 രൂപയും, ഏകദേശം 3,60,000 രൂപ ഉണ്ട്. രാത്രി എപ്പോഴാണ് കട അടച്ചിട്ട് പോകുന്നത്? രാത്രി 7:30ക്കാണ് കട അടച്ചിട്ട് പോകുന്നത്. 8 മണിയാവുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോകാനായിട്ട്. താമസക്കാരൊക്കെ ഇല്ലേ? ജീവനക്കാർ 5 പേരുണ്ട്, മുകളിലുണ്ട്. പക്ഷെ അവര് 1:15 മണിയായതുകൊണ്ട് അവർ അത് അറിഞ്ഞില്ല. മഴയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ 3 മണിക്ക് വണ്ടി വന്ന് ഇറങ്ങി. 1:15 മണിക്കാണോ? 1:15 മണിക്കാണ് വന്ന് തുറന്നെടുത്തേക്കുന്നത്. ഗേറ്റിന് ആദ്യം ഗേറ്റ് പൊളിച്ചു, രണ്ടാമത് വന്നിട്ട് ഓഫീസിൽ പൊളിച്ചു, ഓഫീസിന്റെ കതവ് പൊളിച്ചു. ഈ ആളുടെ മുഖം ഏകദേശം ഒരു ക്യാമറയിൽ ആ ക്യാഷ് കൗണ്ടറിലെ ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ചറിയാൻ പരിചയമുള്ള ആളോ അങ്ങനെ എന്തെങ്കിലും? അല്ല, അറിയാൻ പറ്റുന്ന ആളല്ല.
ഒരാൾ മാത്രമേ ഉള്ളൂ CCTV-യിൽ? രണ്ടുപേരുണ്ട്. ഒരാള് തലയിൽ ഇവിടെ നിന്ന് തന്നെ ചാക്കെടുത്തിട്ട് തലമൊഴി മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് തുറന്ന് ഇവിടെ ഒരു പൂട്ട് പൊളിച്ചാണ് കള്ളന്മാർ അകത്തേക്ക് വന്നത്. രണ്ടുപേരുടെ ദൃശ്യങ്ങളാണ് CCTV-യിൽ പതിഞ്ഞിട്ടുള്ളത്. കൂടുതൽ പേർ ഉണ്ടാകാമെന്ന സംശയം ഇവർ പറയുന്നത്. ഇതിന് പൂന്തുറ പോലീസ് ഇവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഭാഗം വഴിയാണ്, ഇവിടെ ഒരു ചതുപ്പൊക്കെയാണ് ഈ ഭാഗത്ത്, ഇവിടെയും CCTV ഉണ്ട്. ഇതുവഴിയാണ് കള്ളന്മാർ വന്നത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഒരു ഇടവഴിയാണ്. ആളുണ്ടെന്നറിയാം. അവര് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിക്കാനായിട്ട് അവര് തന്നെ ഒരു പൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പ് പൈപ്പ്. ഈ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടോ? അത് ആ സൈഡിൽ ഇരിപ്പുണ്ട്. അതായത് ഈ ഇവർ ആയുധങ്ങൾ, അതായത് ഇരുമ്പ് പൈപ്പും ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. ഇവിടെ ജീവനക്കാർ ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരാരെങ്കിലും വന്നാൽ നേരിടാൻ ഇത്തരത്തിൽ ഇവിടെ ഒരു ഇരുമ്പ് പൈപ്പും ഒക്കെ ഈ ഭാഗത്ത് ഇവർ വച്ചിട്ടുണ്ട്. ആ വഴിയെ വന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഇവർ പ്രകടിപ്പിക്കുന്നത്. ഈ ഭാഗത്ത് നടന്നു വന്ന് ഇതുവഴി വന്ന് പൂട്ടുപൊളിച്ചകത്തേക്ക് കയറുകയായിരുന്നു. ഇത് മുകളിലാണ് ജീവനക്കാർക്ക് താമസിക്കാനുള്ള താൽക്കാലിക സംവിധാനമുള്ളത്. അവർ 5 പേർ ഇവിടെ ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞില്ലെന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. അതിന് 3,60,000 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം വഴി കള്ളന്മാർ വന്ന് ഇവിടെ പൂട്ടുപൊളിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർച്ചയായ 2ാം ദിവസമാണ് പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നത്. പൂന്തുറ ശാസ്താക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് രാത്രി പഞ്ചലോക വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടു. കള്ളന്മാർ ഇതുവഴി ചാടി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരു വന്നതും പോയതുമൊക്കെ ഇതുവഴി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഒരു കുറച്ച് സ്ഥലം ചതുപ്പാണ്, അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതുവഴി വന്നു അകത്ത് കയറി മോഷ്ടിച്ചു പോയി എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഏതായാലും ഇവിടെ കൃത്യമായി സ്ഥലത്തിൽ പൈസ വച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകൾ, ഇന്നലെ ഇതിന്റെ ഉടമ ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹം സാധാരണ വന്നില്ലെങ്കിൽ അത്രയധികം പൈസ ഇവിടെ ഉണ്ടാകേണ്ടതല്ല. അദ്ദേഹം പൈസ എടുത്തുകൊണ്ട് പോകേണ്ടതാണ്. ഈ ഓഫീസ് മുറിയിലാണ് എന്താണ് പണം കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എത്ര രൂപ ഉണ്ടായിരുന്നു? 3,45,000 രൂപ. മുഴുവൻ ഇവിടെ നിന്നാണ് എടുത്തത്? ഇവിടെ നിന്നാണ് അതെല്ലാം നമ്മൾ എടുത്തിട്ട് ഈ ഓഫീസ് റൂമിൽ എവിടെ ഇത് വെച്ചിരുന്ന ഡ്രോ ഉണ്ടോ? ഈ ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പൈസയാണ് കൂടുതൽ നഷ്ടപ്പെട്ടത്. 3,40,000 രൂപ ഈ ഡ്രോ തുറന്ന് എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് CCTV-യിൽ വ്യക്തമായിരിക്കുന്നത്. ആ ഡ്രോ പോലീസ് നേരത്തെ ഇവിടെ പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും തുടർച്ചയായ 2ാം ദിവസവും പൂന്തുറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. കോട്ടയം സ്വദേശിയായ വൈദികനെ കൊച്ചിയിലെ ലോഡ്ജിൽ പൂട്ടിയിട്ട് 40,000 രൂപയും ഐഫോണും കൊള്ളയടിച്ചു. കഴുത്തിൽ കത്തിവെച്ചായിരുന്നു മോഷണം. കണ്ണൂർ സ്വദേശി ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിലായിരുന്നു സംഭവം. കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് ഒരു സ്വകാര്യ ആവശ്യത്തിനായി എത്തിയതായിരുന്നു വൈദികൻ. ഈ സമയത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ, എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഈ സമയത്ത് അദ്ദേഹം അടുത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. മുറിയെടുത്ത് അവിടെ വിശ്രമിക്കുന്ന വേളയിലായിരുന്നു കണ്ണൂർ സ്വദേശിയായ ആൽബിൻ മുറിയിലേക്ക് അതിക്രമിച്ച് എത്തുകയും വൈദികന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഈ സമയത്ത് വൈദികന്റെ കയ്യിലുണ്ടായിരുന്ന പണവും ഐഫോണും ഒപ്പം വില കൂടിയ വാച്ചും ആൽബിൻ തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസിന് വിവരം അറിയിച്ചു. വൈദികൻ പരാതി നൽകി. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് എറണാകുളത്ത് നിന്ന് തന്നെ ആൽബിനെ ഇന്ന് രാവിലെ പോലീസ് പിടികൂടിയത്. ആൽബിന്റെ കയ്യിൽ നിന്നും ഫാദറിന്റെ തന്നെ മൊബൈൽ ഫോണും വാച്ചും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പക്ഷേ പണം ചില ആവശ്യങ്ങൾക്കായി ചിലവാക്കി എന്നുള്ളൊരു കാര്യമാണ് ആൽബിൻ പോലീസിനോട് വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ആൽബിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. മറ്റു വാർത്തയിലേക്ക്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത വരൻ. മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം. എയർഗൺ ഉപയോഗിച്ചാണ് വരൻ 3 റൗണ്ട് വെടിയുതിർത്തത്. സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതി അബു ത്വാഹിറിനെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ അബു താഹിർ വീടിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടി. തുടർന്ന് കോട്ടക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. 1 വർഷം മുൻപാണ് കോട്ടക്കൽ അരിച്ചോൾ സ്വദേശിനിയുമായി പ്രതിയുടെ നിക്കാഹ് നടന്നത്. എന്നാൽ പ്രതി ലഹരിമരുന്നിന് അടിമയാണെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇതിലുള്ള വിദ്വേഷമാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. 1 മാസം മുൻപ് തന്നെ ആയുധം വാങ്ങി പരിശീലനം നടത്തിയ ശേഷമാണ് പ്രതി വെടിയുതിർത്തതെന്നും പോലീസ് വ്യക്തമാക്കി. ഇബ്രാഹിമിന്റെ മകളായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിലാണ് പ്രശ്നം. അയാളുടെ മകളെ കല്യാണം കഴിച്ച് 1 കൊല്ലം മുമ്പ് നിക്കാഹ് കഴിച്ച ആൾ ഒഴിഞ്ഞത്
ഉള്ള വിരോധം മൂലം അയാൾ ഒരു മാസം മുമ്പ് ഒരു റൈഫിൾ മേടിച്ചു. കോഴിക്കോട് മാസ്റ്റർ റൈഫിൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം നേരെ അയാളുടെ വീട്ടിൽ ഉദ്ദേശിച്ചിട്ട് 3 റൗണ്ട് നേരെ വീട്ടിലേക്ക് നിറയൊഴിച്ചു. എന്നിട്ട് അയാൾ ഇവിടുന്ന് അബ്സ്കോണ്ടിങ് ആയി. രാത്രി തന്നെ പ്രതിയെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായതെന്നും അല്ലെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കുമായിരുന്നെന്നും പോലീസ് പറയുന്നു. ആളിനെ അപകടപ്പെടുത്താനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കണമല്ലോ വീടിന്റെ മുമ്പിൽ തന്നെ വന്നിട്ട് നിറയൊഴിക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് ആള് കട്ടിൽ കിടക്കുകയായിരുന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അപകടം പറ്റുന്നത്. അകത്തെ മുറിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് വെടിയേക്കുകയും അയാൾ മരണപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു. പ്രതി ആക്രമണത്തിൽ ഉപയോഗിച്ച എയർ റൈഫിളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിയമസഭയിൽ പ്രത്യേക ചർച്ച തുടങ്ങി. എം വിജിനാണ് ചട്ടം 130 അനുസരിച്ച് ഉപക്ഷേപം അവതരിപ്പിച്ചത്. വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വോട്ട് ചോർന്നിട്ടുണ്ട്. 400 സീറ്റ് പറഞ്ഞ് അത് ചോർന്നു. അതിനുശേഷം രാമക്ഷേത്രം ഇന്നലെ വാർത്ത 1800 കോടി കൊട്ടിഘോഷിച്ച് ഈ ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ വർഗീയതയുടെ പൊടിയിട്ടുകൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ ഇലക്ഷന് മുമ്പ് കൊട്ടിഘോഷിച്ച് നടത്തിയിട്ടുള്ള രാമക്ഷേത്രം ഇന്നലെ ചോർന്നു എന്ന വാർത്തയാണ് വരുന്നത്. സാർ, ഇതാണ് ഇന്ത്യ മഹാരാജ്. മൊത്തത്തിൽ ചോർച്ചയുടെ കാലമാണ്. കള്ളത്തരം പറഞ്ഞ് കെട്ടിപ്പൊക്കിയ ഏത് സാമ്രാജ്യവും തകർന്നു വീഴുക തന്നെ ചെയ്യും. സാർ, ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം തീർച്ചയായിട്ടും കർഷകർക്ക് പിന്നാലെ ഇന്ത്യയിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം ശക്തമായി തെരുവിലിറങ്ങുന്ന ഒരു കാലമാണ് സാർ കേന്ദ്ര ഗവൺമെന്റിനെ കാത്തിരിക്കുന്നത്. ശ്രീ എം വിജിൻ അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയത്തെ ഡോക്ടർ എം കെ മുനീർ അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. നമ്മൾ കേരളത്തിലാണ് ആദ്യമായി ഈ പ്രവേശന പരീക്ഷ, മെഡിക്കൽ പ്രവേശന പരീക്ഷ എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും അത് പോയി. പിന്നെ അത് കഴിഞ്ഞ് സെൻട്രൽ ഈ കോട്ട നിശ്ചയിച്ചപ്പോൾ സെൻട്രൽ ഒരു പൊതു പൂള് ഉണ്ടാക്കിയ സമയത്ത് ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്ന CBSE സംഘടിപ്പിക്കുന്ന പരീക്ഷ വന്നു. പക്ഷെ ആ സമയത്ത് സംസ്ഥാന പ്രവേശന പരീക്ഷയുണ്ടായിരുന്നു. എയിംസിലേക്ക് വേറെ പരീക്ഷയാണ്, ജിപ്മറിലേക്ക് വേറെ പരീക്ഷയാണ്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഒരു 9 പരീക്ഷ എഴുതണം. അങ്ങനെ വന്നപ്പോഴാണ് ഇതിനെല്ലാം കൂടി ഏകീകരിപ്പിച്ചുകൊണ്ട് ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. നീറ്റ് ആദ്യം വരുന്ന സമയത്ത് ജിപ്മറും എയിംസും പുറത്ത് തന്നെയായിരുന്നു. പിന്നീട് 2020 ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് ഈ നീറ്റ് പരീക്ഷ. ഇപ്പോൾ ഏകദേശം 24 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് അവരുടെ ഭാവി ഇരുളടഞ്ഞതാക്കുന്ന രീതിയിലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിൽ മുഖ്യപ്രതി എന്ന് പറയുന്നത് വിവിയനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അരുണ്, ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപക്ഷെ സഭയിൽ ഒരുപോലെ അനുകൂലിക്കുന്ന ഒരു ചർച്ചയാകും. ഇതിനെതിരെയുള്ള ചർച്ചകളിൽ ഒരേ നിലപാടായിരിക്കും രണ്ട് ഭാഗത്തിനും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി കടന്നു വന്നത്? രാജ്യത്ത് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചട്ടം 130 അനുസരിച്ച് എം വിജിനാണ് പ്രത്യേക ഉപക്ഷേപം അവതരിപ്പിച്ചത്. അതിന്മേലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. വലിയ വിമർശനം ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ പരീക്ഷാ നടത്തിപ്പിനെതിരെ ഉയർത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടുപേർക്കും ഒരേ നിലപാടാണ് വിഷയത്തിലുള്ളത്. നെറ്റ് പരീക്ഷയെ കാഴ്വത്കരിക്കാൻ ശ്രമം നടന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദ്യപേപ്പർ ഉണ്ടായിരുന്നതെന്ന് വിജിൻ വിമർശിച്ചു. വ്യാപക ക്രമക്കേടുകളും പണമിടപാടും നടന്നു. പരിശീലന സെന്ററുകളുമായി ചേർന്നുള്ള കൊള്ളയാണ് നടന്നത് എന്ന് വിജിൻ പറഞ്ഞു. പ്രതിഫലമായി കോടികളാണ് മറിഞ്ഞതെന്നും വിജിൻ തന്നെ ആരോപിച്ചു. മറ്റ് MLA-മാരും അതിശയ സച്ചിൻ ദേവാണ് സംസാരിച്ചത്. പരീക്ഷയുടെ ചോദ്യപേപ്പർ കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിലാണ്. അത് പരിതാപകരമായ അവസ്ഥയെന്ന് സച്ചിൻ ദേവ് പറഞ്ഞു. ഭരണപക്ഷ MLA-മാർ പറഞ്ഞതിൽ ഒരു കാര്യത്തോട് വിയോജിപ്പുണ്ട്. ഈ കുംഭകോണ വിഷയം പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ അപമാനിക്കുന്ന വാക്ക് പ്രമേയത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല, ദൗർഭാഗ്യകരമാണെന്ന് സജീവ് ജോസഫ് പ്രതിപക്ഷ MLA അഭിപ്രായപ്പെട്ടു. അത്തരത്തിൽ എല്ലാവരും ശക്തമായ വിമർശനം കേന്ദ്രത്തിനെതിരെ ഉയർത്തുകയാണ്. കേന്ദ്ര സർക്കാർ എല്ലാ ജനദ്രോഹ നയവും നടപ്പാക്കുന്നത് അർദ്ധരാത്രിയിലാണെന്നാണ് യു പ്രതിഭയുടെ പരിഹാസം. പെൺകുട്ടികളുടെ വസ്ത്രമഴിച്ച് പരിശോധിച്ച് പരീക്ഷ അത്രത്തോളം ക്രിയാത്മകമാണെന്ന് വരുത്തി തീർക്കുന്നവരാണ് ഇപ്പോൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നത്. വലിയ ഏജൻസികൾ ഉണ്ടായിട്ടും പരീക്ഷയിൽ നടന്ന വലിയ ക്രമക്കേട് കണ്ടെത്തിയത് കുട്ടികളാണെന്ന് യു പ്രതിഭ പറഞ്ഞു. NTA നാഷണൽ തട്ടിപ്പ് ഏജൻസിയായി മാറിയെന്നും പ്രതിഭ പരിഹസിച്ചു. ഇപ്പോൾ MK മുനീറാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. 2 മണിക്കൂറാണ് ഈ വിഷയത്തിൽ പ്രത്യേക ചർച്ച. ചട്ടം 130 അനുസരിച്ച് സഭയിൽ നടക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മത്സര പരീക്ഷയ്ക്ക് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തി ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ ഒപ്പം സഞ്ചരിക്കുന്നത് കുടുംബത്തിന്റെ മനസ്സുകൂടിയാണ്. സർ,
ലക്ഷക്കണക്കിന് മനസ്സുകളിൽ തീ കോരിയിടുന്ന അനുഭവമായി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച മാറിയിരിക്കുകയാണ്. സർ, മെഡിക്കൽ പഠനത്തിന് അർഹത നേടാനുള്ള മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന അഴിമതി കഥകളും ഉന്നതങ്ങളിലെ മാഫിയ ബന്ധങ്ങളും പൊതുസമൂഹത്തെ ആകെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ പൊതുപരീക്ഷയാണ് നീറ്റ്. MBBS, ഡെന്റൽ, ആയുഷ്, വെറ്റിനറി തുടങ്ങിയ മെഡിക്കൽ ബിരുദ കോഴ്സുകൾക്കുള്ള യോഗ്യതാ പരീക്ഷയാണ്. സർ, ശരിയുത്തരത്തിന് 4 മാർക്കും തെറ്റിന് 1 നെഗറ്റീവ് മാർക്കുമായി 180 ചോദ്യങ്ങൾക്ക് -180 മുതൽ +720 വരെയാണ് നേടാവുന്ന നീറ്റ് പരീക്ഷയിലെ സ്കോർ. ഈ പരീക്ഷാ നടത്തിപ്പ് 2013 ആരംഭിച്ചത് മുതൽ 2018 വരെ CBSEക്കായിരുന്നു നടത്തിപ്പ് ചുമതല. സർ, ഇവിടെ പ്രത്യേകമായി നാം കാണേണ്ടത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വളരെ മാതൃകാപരമായി കുറ്റമറ്റ രീതിയിൽ നടത്തിയ പരീക്ഷയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലിലൂടെ അത് കേന്ദ്രീകരിക്കുകയും 2019 മുതൽ ദേശീയ തലത്തിലുള്ള പൊതുപരീക്ഷാ നടത്തിപ്പുകളുടെ ചുമതല സ്വതന്ത്ര ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ച സമാധാനപരമായിരുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഏറ്റവും സമാധാനപരമായ അഭിപ്രായം പറഞ്ഞത് KSUവും MSFുമാണ്. പ്രതിപക്ഷ നേതാവും ഉപനേതാവും വിദ്യാർത്ഥി നേതാക്കളോട് സംസാരിച്ചിരുന്നു എന്ന് മനസ്സിലായി. തന്റെ കാർ തടയാൻ KSUക്കാരെ പറഞ്ഞുവിട്ടത് ആരെന്നും തനിക്ക് മനസ്സിലായി എന്നും മന്ത്രി പറഞ്ഞു. 15 വിദ്യാർത്ഥി സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം, മലബാർ മേഖലയിലെ പൊതുവിലെ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളവും മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും വളരെ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് ഇടപെട്ടത്. അവർ അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുക ഉണ്ടായി. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അവസാനം തെറ്റിദ്ധാരണകൾ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. +1 സീറ്റ് പ്രതിസന്ധി മലപ്പുറത്തെ പ്രശ്നമാക്കി ചുരുക്കേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രശ്നത്തെ പ്രാദേശികമായി ലഘൂകരിക്കരുത്. സാമ്പത്തികമായി ഞെരുക്കമുണ്ടെങ്കിൽ അത് കൂട്ടായി ആലോചിക്കാം. ഉദ്യോഗസ്ഥർ പറയുന്ന കണക്കിനപ്പുറം മന്ത്രി നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഒന്നാമത് ഒരു മലപ്പുറം ജില്ലയിലെ പ്രശ്നമാക്കി ചുരുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇടുക്കി ഉൾപ്പെടെ വളരെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലൊക്കെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മാർക്കുള്ള കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയായകുണ്ട്. കോഴിക്കോട് ജില്ലയിലില്ലേ, പാലക്കാടില്ലേ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ കൂട്ടിലിടുന്ന മാതിരി ഇത്ര സീറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇത്ര ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ എഴുതി തരുന്ന ഈ കണക്ക് ഇത് ജനപ്രതിനിധികളായ നമ്മൾ പറയുന്ന ഈ പ്രായോഗിക പ്രശ്നമായിട്ട് സത്യത്തിലൊരു ബന്ധമില്ല. അതുകൊണ്ട് സാമ്പത്തിക ചെലവാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് വെച്ച് വർത്തമാനം പറഞ്ഞ കൂട്ടായി ആലോചിക്കും. അല്ലാതെ ഈ പ്രശ്നത്തിനെ ഇങ്ങനെ പ്രാദേശികമായി ലഘൂകരിച്ച് കണ്ട് അവിടെ നിന്നുള്ള ഒരു കമ്മിറ്റി വെച്ച് എന്നിട്ട് അവർ തരുന്ന റിപ്പോർട്ട് ഇനി എന്താ നോക്കുക. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്. അവരെ ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞ അത് മാത്രം അംഗീകരിക്കുന്നവരാണോ കുഞ്ഞാലിക്കുട്ടി സാറും ഞാനും ഒക്കെ? നമുക്ക് അംഗീകരിക്കുന്ന വളരെ കുറവായിരിക്കും. നമ്മളത് ഈ ബ്യൂറോക്രസിയുടെ രീതി നമുക്ക് അറിയില്ല സാർ. നമുക്ക് അവരെ അങ്ങ് പരിപൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഉപേക്ഷിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സാർ നമ്മൾ കൊണ്ട് തരുന്ന കണക്ക് 10 പ്രാവശ്യം ചെക്ക് ചെയ്യും, പലരെയും കൊടുത്ത് രഹസ്യമാർ ചെക്ക് ചെയ്യും. അതിനുശേഷമേ പറയുള്ളൂ. അങ്ങും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കും. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് റോജി എം ജോൺ പറഞ്ഞു. ശാശ്വത പരിഹാരം കാണണം. സ്ഥിരം ബാച്ചുകൾ അനുവദിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്നും റോജി എം ജോൺ ആവശ്യപ്പെട്ടു. സാർ, ഇവിടുത്തെ പ്രശ്നം നമുക്ക് അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭത്തിലും +1 അഡ്മിഷന്റെ സമയത്ത് നമ്മൾ ഈ വിഷയം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിരന്തരമായിട്ട് ഓരോ വർഷവും സീറ്റുകളുടെ ദൗർലഭ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വരും വർഷങ്ങളിൽ നമ്മൾ ഇത് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ ഈ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുക എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ താൽക്കാലിക ബാച്ചുകളിലൊക്കെ വരാൻ പോകുന്നത് ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വോക്ക് അധ്യാപകരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ഈ വിഷയത്തിന് നമുക്ക് വരും കാലങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്തിട്ടെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാനായിട്ട് സ്ഥിരം ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് സ്ഥിരം അധ്യാപകരെ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളെ കുറിച്ച് സർക്കാർ ആലോചിക്കും. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കം. ടി സിദ്ദിഖിന്റെ ചോദ്യം ആർക്കും മനസ്സിലായില്ലെന്ന് സ്പീക്കറുടെ കമന്റ് നിയമസഭാംഗത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ അംഗങ്ങളോട് മാത്രമാണ് ഈ സമീപനമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചോദ്യം പ്രസ്താവനയല്ല, ചോദ്യം തന്നെയാകണമെന്ന് സ്പീക്കർ മറുപടി നൽകി. ഹയർ സെക്കൻഡറിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കാൻ മുൻകൂട്ടിയുള്ള നടപടി സ്വീകരിക്കാതെ റിസൾട്ടിന് ശേഷം പ്രവണത അവസാനിപ്പിച്ച് മുൻകൂട്ടിയുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കൂ. ചോദ്യം ആർക്കും തിരിഞ്ഞില്ല. അങ്ങ് പറഞ്ഞത് ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് നമുക്കൊക്കെ ഫസ്റ്റ് ബാച്ചിൽ ക്ലാസ് എടുത്ത കേരള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് ആവാൻ പാടുള്ളൂ. അങ്ങയുടെ അഭിപ്രായം എന്താ? അത് പറ. ഞാൻ പറയാം. 1 മിനിറ്റ് എടുത്തിട്ടില്ല. 1 മിനിറ്റും 12 സെക്കൻഡ് ആയപ്പോ 50 സെക്കൻഡ് ആയപ്പോ അങ്ങ് തടസ്സപ്പെടുത്തി. ഒരു മെമ്പർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ചെയറിലിരുന്ന് പറയാണ് ആ ചോദ്യം അവിടെ ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശം. ചോദ്യോത്തരം ടു ദ പോയിന്റ് ആയിരിക്കണം. അല്ലാതെ 1.5 മിനിറ്റും 1.25 മണിക്കൂറും ചോദിക്കുന്നത് ശരിയല്ല. അതാണ് എന്റെ അഭിപ്രായം. അംഗങ്ങളോട് മാത്രം, പ്രതിപക്ഷ അംഗങ്ങളോടല്ല, അവരോടും പറയാറുണ്ട്. 2 പക്ഷത്തോടും അഭിപ്രായം പറയാറുണ്ട്. പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും ഒരുപോലെ പറയാറുണ്ട്. യെസ്, ഉത്തരം പറയും. ബഹുമാനോട് മിനിസ്റ്റർ അങ്ങ് ഉത്തരം പറയും. ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപരിധി 18 നിന്ന് 22 വർഷമായി ഉയർത്തി. അംഗീകൃത ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളിൽ വേണം. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ വേണമെന്ന വ്യവസ്ഥയിലും ഉപാധികളോടെ ഇളവ് അനുവദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നിലവാരം കുറഞ്ഞ ലൈസൻസ് കൊടുത്ത് അപകടം ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നാൽ ഞാൻ അനുസരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആശയം ഇത് തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി മുഖ്യമന്ത്രി ഞാനും കൂടെ ഞാൻ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ അപകടം കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു ലൈസൻസ് കൊടുക്കുന്നതാണ്. അങ്ങനെ തൊഴിലാളി സംഘടനകളുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും വ്യാപകമായ പരാതിക്കും പ്രതിഷേധത്തിനും പിന്നാലെയാണ് വീണ്ടും മോട്ടോർ വാഹന നിയമത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ സർക്കുലർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി 2 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. അതിലൊന്ന്, ഈ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപരിധി 18 വർഷം എന്നത് 4 വർഷം കൂടി ഉയർത്തി 22 വർഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം വേണമെന്ന വ്യവസ്ഥയിൽ ഉപാധികളോടെ ഇളവ് വന്നിരിക്കുന്നു. പുതുക്കിയ പരിഷ്കാര പ്രകാരം ഈ ഡ്രൈവിംഗ് പരിശീലനം നടക്കുന്ന വേളയിൽ അംഗീകൃത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം വേണമെന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുണ്ട് എങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം ഇല്ല എങ്കിലും കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് ആ കർശന ഉപാധിയിൽ മാറ്റം വന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടയിലാണ് ആനയറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന്റെ, അതായത് സർക്കാരിന്റെ കീഴിലുള്ള KSRTCയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഇന്ന് നിർവഹിച്ചത്. ഇതൊരു ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. പല ഡ്രൈവിംഗ് സ്കൂളുകളിൽ പല റേറ്റാണ്. പല സ്ഥലത്തും സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങും. ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു. വളരെയധികം ദിവസങ്ങൾ, ഇപ്പം ഞങ്ങൾ 16 പേരെയാണ് ഈ ഒരു ബാച്ചിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. കൂടുതൽ ആളുകളുടെ എൻക്വയറി ഉണ്ട്. അതിലൊരു നല്ല ശതമാനം ഇപ്പോൾ ഫുള്ളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇഞ്ചക്കൽ ഒരു ഗ്രൗണ്ട് കൂടി ശരിയാക്കി തിയറി പരിശീലനമെല്ലാം ഓഫീസ് നമ്മുടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് നടത്തിക്കൊണ്ട് ഇഞ്ചക്കലേക്ക് മറ്റ് പ്രാക്ടിക്കൽ കൂടി കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ 2 സൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഹെവി വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡ്രൈവിംഗ് പരിശീലനവുമായി ബന്ധപ്പെട്ട 9,000 രൂപയും ഇരുചക്ര വാഹനങ്ങൾക്ക് 3,500 രൂപയായിരിക്കും ഇവിടെ ഈ സർക്കാർ അംഗീകൃത ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ പരിശീലനത്തിന് ഒരാൾ നൽകേണ്ടുന്ന തുക.
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇളവ് അനുവദിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിന്റെ നയം കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള അശ്രദ്ധ മൂലം ഇനി ഒരു ജീവനും റോഡിൽ പൊലിയാൻ പാടില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യാന്തര തലത്തിലേക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുക, നമ്മുടെ റോഡുകളുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുക, അതിനാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അവിടെ ആ മുൻതൂക്കം നൽകുന്നതിന്റെ ഭാഗമായാണ് ഈ മോട്ടോർ വാഹന നിയമത്തിലടക്കം ചില പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് സർക്കാരിന് മുമ്പിൽ അനിവാര്യതയായി മാറിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം ആനയറയിൽ സർക്കാർ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. അശ്രദ്ധ മൂലം ഒരു ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡിന്റെ സ്ഥിതി മനസ്സിലാക്കി സുരക്ഷയോടെ വാഹനം ഓടിക്കാനുള്ള പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. റോഡ് സുരക്ഷ മുൻനിർത്തിയുള്ള പരിഷ്കാരങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയതെന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യക്ഷമത അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിനും പുതിയ പരിഷ്കാരങ്ങൾ വഴിവെക്കുമെന്നുമാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്മാർട്ട് റോഡ് നിർമ്മാണം വൈകാൻ കാരണം പ്രൊഫഷണലിസത്തിന്റെ കുറവാണെന്ന് മാത്യു കുഴൽനാടൻ. പദ്ധതി വൈകുന്നത് എന്തെന്ന് പൊതുമരാമത്ത് വകുപ്പ് കൃത്യമായി പറയണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടു. തുടക്കത്തിലുണ്ടായിരുന്ന കരാറുകാരുടെ പ്രശ്നമാണ് വൈകിയതിന് കാരണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. റോഡിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ നിർമ്മാണം പൂർത്തിയായതിനെക്കുറിച്ച് വാർത്ത നൽകിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ ടേബിൾ ചെയ്തേക്കണം മറുപടിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആട്ടക്കുളങ്ങര റോഡിൽ പ്രവൃത്തി ആരംഭിച്ച ശേഷം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നിലവിൽ ഡിസൈൻ ചെയ്ത ഓർഡറുടെ ഡിസൈൻ മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ദാറ്റ് ഷോസ് ലാക്ക് ഓഫ് പ്രൊഫഷണലിസം. നിങ്ങളൊരു ഡിസൈൻ ചെയ്തിട്ട് അത് പകുതിക്ക് വെച്ച് മാറ്റാൻ പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് എങ്ങനെ സമയത്ത് പൂർത്തിയാക്കാൻ കഴിയും? എന്നിട്ട് നിങ്ങൾ നഷ്ടോത്തരവാദിത്തം അവിടെ പൂർത്തീകരിച്ചു. അപ്പൊ ഇത് കാണിക്കുന്നത് PWD എന്ന ഇത് ഹെഡ് ചെയ്യുന്ന വകുപ്പ് വേണ്ടത്ര അവധാനതയോടുകൂടി ഹോംവർക്ക് ചെയ്യാതെ ഡിസൈൻ പ്രോപ്പറായി ചെയ്യാതെ ഒരു ലാക്ക് ഓഫ് പ്രൊഫഷണലിസവും ഇൻഎഫിഷ്യൻസിയാണ് ഈ ഡിലേ വന്നതിന് കാരണം. ബന്ധപ്പെട്ടെടുത്ത നിലപാട് അത് തെറ്റായ നിലപാടാണ്. ആ നിലപാട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയാൻ സാധിച്ചില്ല. അവസാനം ആ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ ടെൻഡറുകൾ നൽകുകയും ചെയ്തു. സർ, ഇതിന്റെ ഭാഗമായി 28 റോഡുകളിൽ 25 റോഡും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവർത്തനം നടന്നത്. ഇനി സാർ, ഇതിലെ രണ്ടാമത്തെ പ്രശ്നം, ഈ റോഡുകൾ വ്യത്യസ്ത ടെൻഡറുകളായി നൽകിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്നും ഇത് വലിയ പ്രയാസമായി മാറുമായിരുന്നു സാർ. സാർ, ഇതിലൊരു കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ടീം വർക്കിന്റെ ഭാഗമായി കഠിനാധ്വാനത്തോടുകൂടി നടത്തിയ ഇടപെടൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം സാർ. സാർ, ഈ മാധ്യമങ്ങൾ ചില റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കും സാർ. ഞാൻ ഈ വായിച്ച ഈ റോഡുകൾ സമയബന്ധിതമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചതും ഗതാഗത യോഗ്യമാക്കിയതും ഇപ്പറയുന്ന മാന്യമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സാർ? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നായ പുല്ലു തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റുകയുമില്ലെന്ന പഴഞ്ചൊല്ല് പോലെ ഇറിഗേഷൻ വകുപ്പിന്റെ വീഴ്ച കൊണ്ട് ദുരിതത്തിലായ ഒരു നാടുണ്ട് തൃശൂരിൽ. 11 വർഷമായി അറ്റകുറ്റപ്പണി ചെയ്യാത്തതിനാൽ തകർന്നു കിടക്കുകയാണ് ചിറക്കൽ കൊറ്റങ്കോട് ഇറിഗേഷൻ റോഡ്. റോഡ് പുനർനിർമ്മിക്കാനോ PWDക്കോ പഞ്ചായത്തിനോ വിട്ടു നൽകാനോ ഇറിഗേഷൻ തയ്യാറുമല്ല. ഇതോടെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. തൃശൂർ ജില്ലയിലെ ഈ റോഡിലൂടെ ഒരിക്കൽ പോയവർ പിന്നീട് ഈ വഴി വരികയില്ല. ചിറക്കൽ സെന്റർ മുതൽ കൊറ്റങ്കോട് പാലം വരെ 2 കിലോമീറ്ററോളം ദൂരത്ത് കുഴികളൊഴിഞ്ഞ ഭാഗമില്ല ഈ റോഡിൽ. തിരക്കുള്ള ഈ റോഡിൽ അപകടങ്ങൾ പതിവാണ്. ആംബുലൻസ് ഉൾപ്പെടെ ചീറിപ്പായുന്ന റോഡിലെ കുഴിയിൽ വീണ് ഇരുചക്രവാഹന യാത്രികർക്കടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ഈ റോഡ് ഭയങ്കര ഗുരുതരമായ കണ്ടീഷനിലാണ്. ഈ വളവും ബാക്കിൽ വെള്ളം കെട്ടിയിട്ട് ആൾക്കാർ എന്നും വീഴുന്നുണ്ട്. എസ്പെഷ്യലി ലേഡീസും കൊച്ചുങ്ങളും, സ്കൂളിൽ പോണ കൊച്ചുങ്ങൾ വീണിട്ട് ഞാൻ യൂണിഫോം ആകെ അഴുക്കായിട്ട് തിരിച്ചു പോണ കേസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നല്ല, ഇത് കൊല്ലങ്ങളായി കിടക്കണേ. കംപ്ലൈൻറ്റ് കുറേ പറഞ്ഞു, എന്നിട്ട് ഈ ബാധിക ഒരാളും വരില്ല അന്വേഷിച്ചൊക്കെ. ഇത് ചെറുക്ക സെൻറ്റർ തൊട്ട് ആ പാലം വരെ അത് തന്നെയാണ്. ദുരിതമാണ്. ഇത്ര കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ ദുരിതത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഗതാഗത യോഗ്യമായ റോഡിനായി നാളുകളായുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിന് ഇതുവരെ ഫലം കണ്ടിട്ടില്ല. റോഡ് പുനർനിർമ്മാണത്തിന് 68 ലക്ഷം രൂപ വകയിരുത്തിയെന്ന പ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. നാട്ടുകാർ ചേർന്ന് ഒപ്പിട്ട നിവേദനം നവകേരള സദസ്സിലും നൽകിയിരുന്നു. ഇപ്പോൾ ജനങ്ങൾ, ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും പൊറുതിമുട്ടിക്കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഈ 2 വീലർ വന്ന് വീണുള്ള അപകടങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ എല്ലാ ജനങ്ങളും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു സമരപരിപാടി കൂടെ തന്നെ ഇതിനുവേണ്ടിയുള്ള തുടക്കം കുറിക്കുകയാണ്. ജലസേചന വകുപ്പിന് കീഴിലുള്ള റോഡ് പൊതുമരാമത്ത് വിഭാഗത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. നിരന്തര സമരത്തെ തുടർന്ന് ഈയടുത്ത് കൊറ്റങ്കോട് റെഗുലേറ്റർ പാലത്തിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ടു. എന്നാൽ അതും തകർന്നു തുടങ്ങി. കുണ്ടും കുഴിയും ചാടിയുള്ള ദുരിതയാത്രയിൽ വലയുന്നത് നൂറുകണക്കിന് ആളുകളാണ്. ന്യൂസ് 18 തൃശൂർ. പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി മനു തോമസിന്റെ കത്ത് പുറത്ത്. ഡിവൈഎഫ്ഐ നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറിക്ക് മനു തോമസ് എഴുതിയ കത്താണ് പുറത്തായത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ പ്രവർത്തനങ്ങളുള്ള വ്യക്തികളുമായി ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. ഷാജിർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് 2002 ഏപ്രിലിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് സൂചിപ്പിച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്തെഴുതിയത്. എന്നാൽ ഈ കാര്യം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിഷേധിച്ചിരുന്നു. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയെന്നാണ് പാർട്ടി നിലപാട്. കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് എന്ന ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ ആരോപണം ഗുരുതരമാണ് എന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. ഇതിനെ വെള്ളപൂശാൻ CPM ജില്ലാ സെക്രട്ടറി എത്ര തന്നെ ശ്രമിച്ചാലും പൊതുസമൂഹം വിശ്വസിക്കാൻ പോകുന്നില്ല. പാർട്ടി അന്വേഷണത്തിൽ ഒതുങ്ങാതെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നും കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിന്റെ തലവന്മാരായി CPM നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. അത് CPM നേതാവിന്റെ വായിൽ നിന്ന് തന്നെ വന്നല്ലോ. ഇത് കണ്ണൂരിലെ പൊതുസമൂഹം നേരത്തെ പറയുന്നതാണ്. കാരണം ഇത്തരം സംഘങ്ങളെ സഹായിക്കുന്നതും അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ പരിരക്ഷിക്കുന്നതും CPM നേതാക്കന്മാരാണ് കണ്ണൂരിലെ. അവരെ സംരക്ഷിക്കാൻ കാരണം അവരെയൊക്കെ പല കേസുകളിലും CPM ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ MV ആരോഗ്യവകുപ്പിന്റെ അന്ത്യശാസനം പാലിക്കാതെ ആരോഗ്യ പ്രവർത്തകർ. അനധികൃത അവധിയിലുള്ളവർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശം ഭൂരിഭാഗം പേര് പാലിച്ചില്ല. അവധിയിലുള്ള 700 പേരിൽ 24 പേർ മാത്രമാണ് തിരികെ എത്തിയത്. ബാക്കിയുള്ളവർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. ആശുപത്രികളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുകയാണ് ചില ആരോഗ്യ പ്രവർത്തകർ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി അവധിയിലുള്ള ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ട് മാസം 1 കഴിഞ്ഞു. അനധികൃതമായി മാറി നിൽക്കുന്ന 700 പേരിൽ തിരിച്ചെത്തിയത് 24 പേർ മാത്രം. അനധികൃതമായി അവധിയിലുള്ളവരിൽ ഭൂരിഭാഗവും ഡോക്ടർമാരാണ്. ജൂൺ 6-നകം തിരികെ പ്രവേശിക്കണമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. ഇത് പാലിക്കാത്ത ആരോഗ്യ പ്രവർത്തകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ആരോഗ്യവകുപ്പ്. തിരികെ എത്തിയവരെ അച്ചടക്ക നടപടികൾ തീർപ്പാക്കി ബോണ്ട് വ്യവസ്ഥയിൽ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാനാണ് വകുപ്പ് തീരുമാനം. രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉത്തരവാദിത്തോടെ പെരുമാറണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗം ബാധിച്ച് ആദിവാസി മരിച്ചു. വടക്കോട്ടുത്തറ അമൃതലക്ഷ്മിയാണ് മരിച്ചത്. രാവിലെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിമധ്യയായിരുന്നു മരണം. അട്ടപ്പാടിയിൽ 2 മാസത്തിനിടെ അരിവാൾ രോഗം ബാധിച്ചുള്ള 3ാമത്തെ മരണമാണ് ഇത്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2ാം വർഷ MBBS വിദ്യാർത്ഥി വിഷ്ണുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. സഹപാഠികൾ ഭക്ഷണം കഴിച്ച് തിരികെ വന്നപ്പോൾ വിഷ്ണുവിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. വിഷ്ണുവിന് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി ആണ് പ്രാഥമിക നിഗമനം. നെല്ലു സംഭരണ വില ലഭിക്കാതായതോടെ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങി പാലക്കാട്ടെ നെൽ കർഷകർ. നടിയിൽ നടത്താൻ പണമില്ലാത്തതിനാൽ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. കൊയ്ത്ത് കഴിഞ്ഞിട്ട് മാസങ്ങളായി. സംഭരിച്ച നെല്ലിന് ഇപ്പോഴും പണം കിട്ടിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തെ കർഷകരുടെ പ്രതിഷേധം. ഇരു പാടശേഖരങ്ങളിലുമായി 20 ഏക്കറോളം കൃഷിയിടത്തിൽ വിരിപ്പ് കൃഷി ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഞാറ്റടികളാണ് പറിച്ചു നടാൻ പണമില്ലാത്തതിനാൽ വിഷം തളിച്ച് നശിപ്പിച്ചത്. വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും ഇറക്കിയ കൃഷിയിൽ നിന്ന് നെല്ല് സംഭരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ കർഷകർക്ക് പണം മാത്രം കിട്ടിയില്ല. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ വിത്ത് വാങ്ങി തയ്യാറാക്കിയ ഞാറ്റടികളാണ് നശിപ്പിച്ചത്. നെല്ല് സംഭരിച്ചിട്ടും
പണം ലഭിക്കാത്തതിനാൽ വിരിപ്പ് കൃഷി ഉപേക്ഷിക്കുന്നതിനൊപ്പം വരും വർഷങ്ങളിൽ മുണ്ടകൻ കൃഷി വേണ്ടെന്ന് വെക്കാനാണ് കർഷകരുടെ തീരുമാനം. ചാലിശ്ശേരി പഞ്ചായത്തിലെ കാക്കശ്ശേരി അതുപോലെ കോതമംഗലം അങ്ങനെ 20 ഏക്കറിൽ ഉള്ള ഞാറ്റടിയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്താണ് അവസ്ഥ വെച്ചാൽ കഴിഞ്ഞ മുണ്ടകൻ സീസണിൽ കൊണ്ടുപോയ നെല്ലിൻ്റെ പൈസ ഇനി കിട്ടാൻ കിടക്കുക. ഇനി ഇതിപ്പോൾ നട്ട് നമുക്കൊരു വളം ഇട്ട് വരണമെങ്കിൽ ഈ 20 ഏക്കർ കൃഷി ആക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ടാവും. അപ്പോൾ ഇത് പണം എന്ന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല. ബാങ്കിൽ പോയിട്ടായാലും മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിക്കുമ്പോൾ എന്നാണ് കിട്ടുക എന്നുള്ളതിന് ഒരു ഉറപ്പ്. ഇതിപ്പോൾ എനിക്ക് 22 ദിവസമായി. അപ്പോൾ നടാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലായതുകൊണ്ട് നമ്മൾ ഈ കൃഷി ഉപേക്ഷിക്കുകയാണ്. ഇതിപ്പോൾ ഈ വരമ്പിനടിക്കാൻ വെച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള കളനാശിനി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കൃഷി നമ്മളിത് ഞാറ് നശിപ്പിച്ച് കളയാണ്. അതൊരു കർഷകന്റെ ഗതികേട് കൊണ്ട് ചെയ്യണതാണ്. നെല്ല് സംഭരിച്ച വകയിൽ ലക്ഷങ്ങളാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. കൃഷിഭൂമി തരിശിടാതെ കൃഷി ഇറക്കണമെന്ന് സർക്കാർ പറയുമ്പോഴും കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭവും കാരണം കഴിഞ്ഞ മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിലായിരുന്നു. മേഖലയിൽ വളരെ കുറച്ച് കർഷകർ മാത്രമേ ഇപ്പോൾ വിരിപ്പ് കൃഷി ചെയ്യുന്നുള്ളൂ. അതിനുവേണ്ട സംവിധാനങ്ങൾ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയ്ക്ക് കനത്ത പ്രഹരമെന്ന പരാമർശമാണ് പ്രതിപക്ഷ ബഹളത്തിനിടയാക്കിയത്. പ്രധാനമന്ത്രി മന്ത്രിമാരെ പരിചയപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഓം ബിർളയുടെ പ്രസ്താവന. തുടർന്ന് സഭ 2 മിനിറ്റ് മൗനം ആചരിക്കുകയും ചെയ്തു. ये सदन 1975 में देश में आपातकाल इमरजेंसी लगाने के निर्णय की कड़े शब्दों में निंदा करता है. इसके साथ ही हम उन सभी लोगों की संकल्प शक्ति की सराहना करते हैं जिन्होंने इमरजेंसी का पुनर्जोर विरोध किया, अभूतपूर्व संघर्ष किया और भारत के लोकतंत्र की रक्षा का दायित्व निभाया. भारत के इतिहास में 25 जून 1975 के उस दिन को हम हमेशा काले अध्याय के रूप में जाना जाएगा. इस दिन तत्कालीन प्रधानमंत्री श्रीमती इंदिरा गांधी ने देश में इमरजेंसी लगाई और बाबा साहब अंबेडकर द्वारा निर्मित संविधान पर प्रचंड प्रहार किया था. भारत की पहचान पूरी दुनिया में लोकतंत्र की जननी के तौर पर है. भारत में हमेशा लोकतांत्रिक मूल्यों और वाद संवाद का समर्थन हुआ. हमेशा लोकतांत्रिक मूल्यों की सुरक्षा की, उन्हें हमेशा प्रोत्साहित किया गया. ऐसे भारत पर श्रीमती इंदिरा गांधी द्वारा तानाशाही थोप दी गई, भारत के लोकतांत्रिक मूल्यों को कुचला गया और अभिव्यक्ति की आज़ादी का गला घोटा गया. इमरजेंसी के दौरान भारत के नागरिकों के अधिकार नष्ट कर दिए गए, नागरिकों से उनकी आज़ादी छीन ली गई. ये वह दौर था जब विपक्षी नेताओं को സ്പീക്കറുടെ പ്രസ്താവനയെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പാർലമെന്റ് വളപ്പിലും BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. കോപ്പ അമേരിക്കയിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ ഗ്രൂപ്പിലെ 2ാമത്തെ മത്സരത്തിൽ ചിലിയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. 88-ാം മിനിറ്റിൽ ലൗട്ടാറോ മാർട്ടിനസ് ആണ് വിജയ ഗോൾ നേടിയത്. വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ 2 കളികളിൽ നിന്ന് 6 പോയിന്റുമായി അർജന്റീന ക്വാർട്ടറിൽ കടന്നു. ആദ്യ മത്സരത്തിൽ പെറുവിനോട് സമനില വഴങ്ങിയ ചിലിയാകട്ടെ 1 പോയിന്റുമായി അവസാന സ്ഥാനത്ത് തുടരുകയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Wedding collections from Kavita Gold and Diamonds. സ്വർണം 22 ക്യാരറ്റ് 6675, പവന് 52,600. സ്വർണം 18 ക്യാരറ്റ് 5495, പവന് 43,960. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്